എൻ്റെ പേര് ഷൈനി ജോസ്. ഒല്ലൂർ, തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ ഏതൻ ഗാർഡൻസ് എന്ന നഴ്സറിയാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇവിടെ ഓർക്കിഡ്സിൻ്റെ എല്ലാ വെറൈറ്റീസും, ഒരുവിധം എല്ലാ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. മെയിനായിട്ട് ആന്തൂറിയും ഡെൻഡ്രോബിയും ആണ് നമ്മൾ ചെയ്യുന്നത്. 10-16 വർഷത്തിന് മുകളിലായി നമ്മൾ ഈ ഇതിലുണ്ട്, നഴ്സറി ഫീൽഡിലുണ്ട്. ഓൺലൈൻ ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓൺലൈൻ ഡെലിവറി ഉണ്ട്. എന്നാലും നമ്മൾ കൂടുതൽ നമുക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ആൾക്കാർ. ഓൺലൈൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കൂടുതലായിട്ടും ഇവിടെയാണ് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. എടുക്കാൻ പറ്റും. ഓക്കെ. ഇത് സീസർ റെഡ്. എയർവേ ബ്ലൂ. ഇത് ഡെൻഡ്രോബിയത്തിൽ റെഡ് ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡെൻഡ്രോബിയത്തിലെ പിങ്ക് സ്ട്രൈപ്പ്. ഇത് ഡെൻഡ്രോബിയത്തിലെ പീച്ച് എന്നുള്ള വെറൈറ്റി. ഇത് ഡെൻഡ്രോബിയത്തിലെ ഷാവിൻ വൈറ്റ്. ഇത് വൈറ്റിൽ തന്നെ വേറെ വെറൈറ്റിയാണ്, വലിപ്പമുള്ള ഫ്ലവറായിട്ട്. ഇത് ഡെൻഡ്രോബിയത്തിലെ അരീഡാങ് ബ്ലൂ. ഇതെല്ലാം കോമ്പാക്റ്റ് വെറൈറ്റീസ് ആണ്. ഇത് കോമ്പാക്റ്റത്തിൽ തന്നെ വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. ഇത് ഡെൻഡ്രോബിയത്തിൽ നമുക്ക് മിക്സഡ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള വെറൈറ്റീസുകളാണ്. ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇത് വൈറ്റ് ബുരാന ഡയമണ്ട് വെറൈറ്റി. ഇത് ഡെൻഡ്രോബിയത്തിലെ മിക്സഡ് വെറൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് കളേഴ്സ് ഉണ്ട്.
പോട്ട് ചെയ്യണത് 2 രീതിയിൽ പോട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയ പോലെ പോട്ട് ചെയ്യാം. പക്ഷെ മെയിനായിട്ട് ചിലവർ കരിയിൽ മാത്രം പോട്ട് ചെയ്യും. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ചകിരിയും കുറച്ച് കരിയും കൂടെ മിക്സ് ചെയ്തിട്ട് പോട്ട് ചെയ്യണതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ മരത്തിൽ നമുക്ക് മൗണ്ട് ചെയ്ത് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർക്കിഡ് നമ്മുടേതായ രീതിയിൽ ഐഡിയയിൽ ചെയ്ത് വളർത്താവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കരി തന്നെയാവുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവും, വെള്ളം വാർന്നു പോയിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും. പക്ഷെ ചകിരിയും കൂടെ അതിൽ വരുമ്പോൾ ആ ഒരു ഈർപ്പവും കൂടെ ആ ചെടിക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും ആ ഒരു ഈർപ്പം നിൽക്കും, ഈ ചകിരിയുള്ള കാരണം കൊണ്ട്. അല്ല, നമുക്ക് ഡെൻഡ്രോബിയത്തിന് ഡെയിലി നനയ്ക്കാം, ഒരു കുഴപ്പമില്ല, നന്നായി നനയ്ക്കാം, കുഴപ്പമില്ല. അല്ല, ചകിരിയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈർപ്പം നിൽക്കും. മറ്റേത് കരിയിലാവുമ്പോൾ അങ്ങനെയല്ല, പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവും. പിന്നെ കുറച്ചും കൂടെ വേര് ഇതാവാനായിട്ട് എനിക്ക് തോന്നുന്നത് ചകിരിയും കൂടെ വെക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറിയ പ്ലാന്റ് നമ്മൾ സീഡ്ലിങ്സ് വളർത്തുകയാണെങ്കിൽ ഒരു 1 ഇയർ ആണ് ശരിക്കും അവർ ഒന്ന് മെച്ചുറായി ഫ്ലവർ ചെയ്ത് വരണമെങ്കിൽ. അതിന് മുന്നേ ഫ്ലവർ ചെയ്യും, പക്ഷെ നമ്മളത് കട്ട് ചെയ്തിട്ട് പ്ലാന്റിനെ ഒന്ന് വളർത്തി വലുതാക്കണം. 1 വർഷമാണ് സീഡ്ലിങ്സ് വളർന്ന് വലുതായിട്ട് ഫ്ലവർ ഒരുമാതിരി നല്ല ഫ്ലവറിങ് കിട്ടണമെങ്കിൽ 1 വർഷം എടുക്കും. അത് പ്ലാന്റ് ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ നമുക്കത്. ചിലപ്പോൾ അതിന് വല്ല അസുഖം വന്നത് കേടുവന്ന് പോവാം. എന്നാലും നിൽക്കും, അത് കുറച്ച് വർഷം നിൽക്കും. ഇപ്പം ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവറിങ് ആണെങ്കിൽ ചില വെറൈറ്റിയിൽ 1 മാസം, ചില വെറൈറ്റിയിൽ 2 മാസം 3 മാസം വരെ നിൽക്കുന്ന വെറൈറ്റീസ് ഉണ്ട്. അത് ഓരോ വെറൈറ്റി അനുസരിച്ചാണ്. ചിലതിൻ്റെ 1 മാസം നിന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. നമ്മൾ ആന്തൂറി ആയിരുന്നു ഫസ്റ്റ് ചെയ്തിരുന്നത്. കട്ട് ഫ്ലവറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരുന്നത്, നമ്മൾ ഈ കോവിഡ് വരുന്ന കൊറോണയുടെ ആ സമയം വരെ നമ്മൾ ഫ്ലവർ അയച്ചിരുന്നു, കട്ട് ഫ്ലവർ അയച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാം സ്റ്റോപ്പായപ്പോൾ നമ്മളത് നിർത്തി. അപ്പോഴും നമുക്ക് ഓർക്കിഡ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ ലാർജ് സ്കെയിലിൽ നമ്മൾ ചെയ്തു തുടങ്ങി. അപ്പോൾ എന്ന് വെച്ചാൽ ഓർക്കിഡിൻ്റെ ആ ഫ്ലവറിൻ്റെ ഭംഗി കൊണ്ട് നമ്മളത് കുറച്ചും കൂടെ കൂട്ടി കൊണ്ടുവന്നതാണ്. ഡെൻഡ്രോബിയാണ് നമുക്കിവിടെ ആൾക്കാർ ഒരുപാട് ചോദിച്ചു വരുന്നത്. ഡെൻഡ്രോബിയത്തിനാണ്, കാരണം കോസ്റ്റും കുറവാണ്. പിന്നെ നമുക്ക് ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞ് തന്നെ ഉടനെ തന്നെ അടുത്ത സ്പൈക്ക് വരും, ഫ്ലവറിങ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അതിനകത്ത് ഫ്ലവറിങ് ഉണ്ടാവും. അപ്പോൾ സാധാരണക്കാർക്കാണെങ്കിലും വാങ്ങിക്കാൻ പറ്റുന്നത് ഡെൻഡ്രോബിയം തന്നെയാണ്. റേറ്റ് നമുക്ക് 100 തൊട്ടാണ് ഇവിടുത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന റേറ്റ്. സീഡ്ലിങ്സിന് 100 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു.
അത് ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് റേറ്റ്. ഏകദേശം പൂക്കളുള്ള അത് ഓരോ 450-ൻ്റെ ഉണ്ട്, 500-ൻ്റെ ഉണ്ട്, അങ്ങനെ 800 രൂപ അങ്ങനെയൊക്കെ ഉണ്ട്. സാധാരണ ഡെൻഡ്രോബിയത്തിന് അങ്ങനെ കാര്യമായിട്ട് അസുഖങ്ങൾ വരാറില്ല. പിന്നെ ഈ ഫെനലോപ്സിസിനാണ് ഒരു ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ നനവ് കൂടി കഴിയുമ്പോൾ ഫംഗസ് വന്നിട്ട് അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പഴുത്ത് ചീഞ്ഞ് പോവുക. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൽ ഒരു തവണ സാഫ് എന്നുള്ള ഫംഗിസൈഡ് അടിക്കും. പിന്നെ നനവ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമായിട്ട് ഫെനലോപ്സിസിന് നമ്മൾ കുറയ്ക്കുക. അപ്പോൾ ഒരുവിധം ഇങ്ങനെ ചീച്ചലൊക്കെ കുറയും കിട്ടും. ഡെൻഡ്രോബിയത്തിന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അസുഖങ്ങൾ വരില്ല. പിന്നെ നമ്മൾ മാസത്തിൽ ഒരു ദിവസം നമ്മൾ സ്യൂഡോമോണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൈവ കീടനാശിനി അതെല്ലാ പ്ലാന്റുകൾക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതിരോധ ശേഷി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഡെൻഡ്രോബിയത്തിന് ഡയറക്റ്റ് വെയിൽ ഇവർക്ക് പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ലീഫ് അത് പെട്ടെന്ന് പൊള്ളിപ്പോവും. അപ്പോൾ ഒരു ഷെയ്ഡ് എപ്പോഴും കൊടുത്ത് വളർത്തുന്നതാണ് നല്ലത്. മഴയും വെയിലും ഡയറക്റ്റ് കൊള്ളുന്നത് അത്ര നല്ലതല്ല. പക്ഷെ എന്നാൽ ഒരുവിധം വെയിലത്ത് നമ്മളിപ്പോൾ ചെറിയ സീഡ്ലിങ്സ് വാങ്ങിച്ച് ഡയറക്റ്റ് ഓപ്പണായിട്ട് വെച്ച് നമ്മൾ വളർത്തി വലുതാക്കി വരികയാണെങ്കിൽ അവരതായിട്ട് സെറ്റായി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പിടിച്ച് നിൽക്കും. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.